പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികള്, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവര്, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാര്, കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പ സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മക്കളെ, പിന്നെ ഉണ്ടല്ലോ
നമ്മളെ ഒരു സ്ഥലത്ത് ഒരു ഏടാകൂടൊക്കെ ഉണ്ടായെന്ന് വിചാരിച്ചു. ഇപ്പം നീ ഒരു കൂട്ടുകച്ചവടക്കാരൻ കൂടി ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങി 50,000 രൂപ വെച്ചാൽ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചോടത്തിന് അഡ്വാൻസ് ചെയ്തപ്പോൾ തന്നെ പ്രശ്നങ്ങളായി. അപ്പം നീ എന്ത് ചെയ്യുന്നറിയാമോ? അയ്യോ, ഇതുപോലെ കുഴപ്പമുണ്ടാകുക മുടിവാണാ. പക്ഷേ ഇനി പറഞ്ഞൊരു കാര്യമുണ്ട്, 50,000 രൂപ പോയില്ലേ, 50,000 രൂപ പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോയതങ്ങോട്ട് പോട്ടെന്ന് വിചാരിക്കണം. കലഹം ഉണ്ടായി എന്ന് വിചാരിച്ച് അസ്വസ്ഥ ഉണ്ടായി. അപ്പം തന്നെ എന്താണ് വേറെ വഴി പിടിക്കാനാണ് ഈശോ പറയണത്. ഇപ്പം 50,000 പോയുള്ളൂ, ഇനി 50 ലക്ഷം പോകാതിരിക്കേണ്ട. അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ നക്കാപ്പിച്ച കാശ് കയ്യിൽ നിന്ന് പോയി പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ബിസിനസ് വിട്ടേക്കണം. കാര്യം ബിസിനസ് എന്ന് പറഞ്ഞൊരു വിശ്വാസമാണ് ആൾക്കാർ തമ്മിൽ. തുടക്കത്തിൽ തന്നെ കല്ല് കടിച്ചാൽ അത് കല്ല് മൊത്തം കടിക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് അങ്ങനെയല്ലേ? ആ ചെബുതി പുത്രന്മാരൊക്കെ ചെന്നപ്പോൾ എന്താണ് അവിടെ പ്രശ്നമായി. അപ്പോൾ ഇവരെന്താ പറയണത്? യാക്കോബും യോഹന്നാനും ആ വഴി തന്നെ പോകത്തുള്ളൂ, അവന്മാരുടെ നേരെ തീങ്ങ എന്തൊക്കെ വിട്ടാലും ശരി ഞങ്ങൾ ആ വഴി പോകുന്നതാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? എന്താ രൂപയാണ് ഒക്കെ ഉള്ളത്, ആടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ചോദിക്കും. കർത്താവ് എന്താ പറയണത്? മറ്റൊരു വഴിയെ പോയി, അത്രേ ഉള്ളു കാര്യം. വേറെ ഒരു കാര്യം ഫ്ലോപ്പാണെന്ന് കണ്ടാൽ അടുത്ത റൂട്ട് എടുത്തേക്കണം. ആ വചനം എടുത്തേ മക്കളെ, ലൂക്ക 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. സമറിയായി പോയാലേ പ്രശ്നമുള്ളൂ. സമറിയായി പോയാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അവർ നമ്മളെ വടിവാൾ കൊണ്ട് നമ്മുടെ കൈ കാലും വെട്ടിയെടുക്കും. ഇവരാണെങ്കിൽ തീ ഗന്ധം അങ്ങോട്ട് ഇടണം. ഇതൊന്നും ഒരു വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവ് എന്ത് ചെയ്ത് ആ സാധനം അങ്ങോട്ട് മാറ്റി, ആ വഴി അങ്ങോട്ട് മാറ്റി മറ്റൊരു വഴിയെ പോയി. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ നിങ്ങളൊരു മറ്റൊരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ അർത്ഥമല്ല. ബ്ലോക്ക് മാറാനാണ് ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. തുടക്കത്തിലൊക്കെ ഒരു ബ്ലോക്ക് വന്നാണ്ടല്ല, നിങ്ങൾ ബ്ലോക്ക് മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, വേറെ വഴി തരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത് നാളെക്കാലം നിനക്ക് പുലിവാല് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് കർത്താവ്. അപ്പം നീ കർത്താവിനെ പോലെ വേറെ വഴി എടുത്തേക്കണം, അല്ലെങ്കിൽ ആ സമയം പോലെ വേറെ വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ വഴികളെന്ന് പറഞ്ഞത് ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ. ഇപ്പൊ വേറെ വചനം എടുത്തേ, മത്തായി 2:12. ഹെരോദസിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. അപ്പൊ ഒരു വഴിയെ ഉള്ളതുമ്പോൾ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്, ഒരു വ്യക്തിയെ ഉള്ളതുമ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അതിപ്പോ ഒരു കാര്യത്തിന് നമ്മൾ ഇപ്പം നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകണം, ദൈവത്തിന് വേണ്ടി അല്ലാതെ ബാക്കി എല്ലാവരെയും ദൈവങ്ങളാക്കരുത്. ഇപ്പം നീ ഒരു ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടു, അവനെ കെട്ടില്ല എനിക്ക് വേണ്ടെന്ന് പറയരുത്. അവനെ കെട്ടില്ല എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ അപ്പം നിന്റെ കർത്താവ് ദൈവം അവനാവും. അത് വിഗ്രഹാരാധനയില്ലേ? അപ്പം നീ അവിടെ അടിമയാണെന്നില്ലേ അർത്ഥം? വിഗ്രഹത്തിന് അടിമയായില്ലേ നീ? അപ്പം ദൈവത്തിന് വല്ല ബന്ധമുണ്ടോ എൻ്റെ ജീവിതത്തിൽ? എന്താ ബോധമില്ല ദൈവത്തിൻ്റെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കാണിക്കുന്ന എല്ലാവിധ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിനെ നാളെ പാമ്പ് പോലെ കഴുത്ത ചുറ്റാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ ദൈവം എടുത്ത് കളയാൻ വേണ്ടി വന്നാലും എടുത്ത് കളയിപ്പിക്കുക. അവിടെ ഇരിക്കട്ടെ അത് ഞാൻ കഴുത്തോട്ട് കൊത്തുമ്പോഴായിരിക്കും അറിയണത്. പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. അതാണ് ബൈബിൾ പറയണത്. ബൈബിൾ എന്താ പറയണത്? ദൈവം മനുഷ്യനെ സരളഹൃദയമായിട്ട് സൃഷ്ടിച്ചു. സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവന്റെ സ്വന്തം സൃഷ്ടിയാണ്. അതിനടുത്ത് സഭാപ്രസംഗം 7:29 നല്ല രസമുള്ള വചനമായിട്ടാ ഇത്. ദൈവം മനുഷ്യനെ സിമ്പിൾ ഹാർട്ട്, അതാണ് ലളിത ഹൃദയനായിട്ട് സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. ഹിസ് ഓൺ ക്രിയേഷൻസ് എല്ലാം ഉണ്ടാക്കി വിട്ടത് നീ തന്നെ. വിഷയം കുളവാക്കിയത് നിങ്ങളാണെന്ന് തന്നെ ബൈബിൾ പറയണത്. നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ ദൈവം സരളഹൃദയനായിട്ട് സൃഷ്ടിച്ചു.
ഈ വിഷയം കുളമാക്കിയത് നിങ്ങൾ തന്നെയാണെന്ന്. അവൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന്. ഒരു ദിവസങ്ങളും കടവില്ലാതിരിക്കാൻ കൊതിയാണ് വെച്ചാന്ന് പറഞ്ഞു. കാലങ്ങളായി ഞാൻ, കാരണം ഭർത്താവിൻ്റെ ആക്സിഡൻറ്റ് പറഞ്ഞു 12 കൊല്ലത്തോളം കഴിഞ്ഞ്, അതിൻ്റെ ഇടയ്ക്ക് മോള് പോയതിൻ്റെ ഇതൊക്കെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം ഇനി 3 മാസം കഴിഞ്ഞ് എടുക്കാമല്ലോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കുഴിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഇങ്ങനെ ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയും തോറും ഇങ്ങനെ എനിക്ക് സങ്കടം എന്താ തരുന്നത്. ഇന്ന് വരെ എനിക്കൊന്ന് ചിരിച്ച് സന്തോഷിച്ച് അപ്പം കരച്ചിൽ വരുമല്ല. എൻ്റെ മാതാവേ, ഞാൻ എന്നും അവിടെ ആയിരുന്നോളാം, എന്നെ ഒന്ന് സഹായിക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞവരൊക്കെ തരാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞവരാരും ഇല്ല. ഒരാഴ്ചയും കൂടി ഉള്ളു കഷ്ടി. അവസാനം എൻ്റെ മോൻ എന്നോട് പറഞ്ഞു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോൻ പേടിക്കണ്ട, അമ്മ വഴി കാണിക്കും എന്ന് പറഞ്ഞു. അവസാനം അവൻ തന്നെ ഇറങ്ങേണ്ടി വന്നു. കാരണം ഞാൻ പിള്ളേരെ ഒന്നും ഏൽപ്പിക്കാറില്ല. ഞാൻ സ്വയമായിട്ടാണ് പലിശക്കെടുക്കലും കാര്യങ്ങളും ഒക്കെ നടത്തണത്. പക്ഷെ അവൻ എൻ്റെ സങ്കടം കണ്ടിട്ട് കൊച്ചിന് ഉറക്കമില്ല. അങ്ങനെ കൊച്ചിൻ്റെ വൈഫും കൂടി ഒരു ലോണാക്കി എടുത്ത്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് പൈസ തന്നു. അങ്ങനെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട്, അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഒരു 10-11 ലക്ഷമൊക്കെ ഇങ്ങനെ വിചാരിച്ച നേരം കൊണ്ട് നമുക്ക് തന്നപ്പോൾ സ്വർണ്ണം എടുത്തു കൊടുത്ത്. അപ്പോൾ അവർക്കും മനസ്സിലായി ഞാനത് ഇതാക്കാനല്ല, ഇത് ഞാൻ തന്നെ വെച്ചുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അവരുടെ പ്രശ്നമുള്ളതുകൊണ്ട് അവർക്ക് അതിൽ നിൽക്കുന്ന വെച്ചാണ്. പക്ഷേ ഞാൻ ഇത്രയും പെട്ടെന്ന് എടുത്തു കൊടുത്തപ്പോൾ അവർക്ക് ആശ്വാസമായി. പക്ഷേ ഈ പൈസയൊക്കെ ഇത്രയും പെട്ടെന്ന് എൻ്റെ അമ്മ എല്ലാം തീർത്തു. ആദ്യം തീർത്തു, കുരുക്ക് വന്നെങ്കിൽ അതങ്ങ് അഴിച്ചു വന്ന്. പിന്നെ എൻ്റെ ഈശോ എനിക്ക് വേണ്ടി എന്നേ തലം താഴ്ത്തിയതാ. അപ്പം പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ, എനിക്കതിലൊരു ബുദ്ധിമുട്ടും നാണക്കേടില്ല, എല്ലാം എൻ്റെ ഈശോയുടെ മുമ്പിലോട്ട് ഞാൻ വെക്കണേയുള്ള. അപ്പം അതങ്ങനെ തീർത്ത് തന്നമ്മ. അപ്പം എൻ്റെ മോൾ ആ സമയത്ത് തന്നെ വിളിക്കൂലാഞ്ഞ്. പിന്നെ അവളെന്നെ വിളിച്ചിട്ടാണ്, താൻ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ടത്, സാരില്ല നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടാം. അപ്പോഴും ഞാൻ ഓർത്ത് ഈ ലോൺ അടക്കണ്ടേ. എൻ്റെ മോൻ അത്ര സാലറി ആയിട്ടില്ല, അക്കൗണ്ട് മാനേജറൊക്കെയാണ്, അച്ഛൻ പറഞ്ഞു കിട്ടിയ ജോലിയാണ് 3.5 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ സാലറി കയറിയിട്ട് അധികമില്ല, പക്ഷെ മോൻ്റെ വൈഫിനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എങ്ങനെ കൊച്ചി ഇതൊക്കെ കൂടെ അടക്കണ്ടേ ഈശോയെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതേ നവംബർ 7 എൻ്റെ മോള് പറഞ്ഞ് മമ്മി ആ കമ്പനിയിൽ എന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. അതായത് നമ്മൾ പേര് വെച്ച് അമ്മയുടെ മുമ്പിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ച അതേ കമ്പനിയിൽ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് രാത്രി ആയിപ്പോയില്ല, ഓടിയാൻ ഇവിടെ അമ്മയുടെ മുമ്പ്. കാരണം എൻ്റെ വീട്ടിൽ എല്ലാ മുറിയുള്ള അമ്മയാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും അമ്മയാണ്. മുറ്റത്താണെങ്കിൽ അവിടെ ഒരു ടീ പോയിട്ട് അവിടെ പൂ വെച്ചിട്ട് അമ്മയാണ്. അങ്ങനെ ഞാൻ അമ്മയോട് നന്ദി പറഞ്ഞു, എൻ്റെ മാതാവ് ഈ സന്തോഷം എൻ്റെ മക്കളിൽ നിന്ന് എടുത്തു കളയല്ലേ നീ, ഞാൻ നിൻ്റെ മുമ്പിലായിരുന്നോളാം അന്നും പറഞ്ഞ് 1-ാം തീയതി. അപ്പം ഞാൻ മോനോട് പറഞ്ഞു ഇനി പേടിക്കേണ്ട മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ 1-ാം തീയതി ഡിസംബർ 1-ന് കൊച്ചി ജോയിൻ ചെയ്തു. അപ്പം അത് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ മോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് വീടും കൂടി പോയ സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു മോനെ, നീ ഇങ്ങനെ മമ്മി പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടാത്തതെന്നല്ല ചോദിക്കേണ്ടത്, മമ്മി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ഒരമ്മയോട് ഒരു മോള് സംസാരിക്കുമ്പോഴുള്ള സന്തോഷം മോളുടെ കൂട്ടുകാരത്തി വന്ന് സംസാരിച്ചാലൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് മോൻ പറ അമ്മനോട്, അമ്മ നിന്നെ കാത്തിരിക്കണേയിരിക്കും, എന്നിട്ട് നീ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് കൊച്ചു ഒരു പരാതിയും പറയാതെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് രാത്രി, അതായത് എൻ്റെ 2:45 ഞാൻ ഉറങ്ങി. ആ സമയത്ത് ഈ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി ഓൺലൈൻ ഉടമ്പടി എടുത്ത് അരമണിക്കൂറിനുള്ളിൽ എനിക്കൊരു വീട് റെഡിയായെന്ന് പറഞ്ഞു. അപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട്, അമ്മ അവിടെ എത്തിക്കഴിഞ്ഞല്ല മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് അച്ഛൻ തന്ന കാശ് രൂപ ഞാൻ ഫ്രണ്ടിൽ തന്നെയാണ്, അതായത് മുമ്പ് സൈഡിൽ വെക്കണ ആൾ കഴുത്തേൽ ഇട്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ അവൾക്ക് അമേരിക്കയിലോട്ട് പോകണ്ടേ, അവിടെയാണ് കമ്പനി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു റിസോർട്ടിൽ എല്ലാ ആൾക്കാരും ലോകത്തിലുള്ള എല്ലാവരും വന്നിട്ടാണ് സിഇഒമാരൊക്കെ. അപ്പോൾ എല്ലാവരും ഈ കാശ് രൂപം കാണുമ്പോൾ ഇവളോട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞ് ഇതെൻ്റെ കൃപാസന അമ്മയാണ്, എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ ജോലി തന്ന അമ്മയാണ് എന്ന്. അവളാ അമേരിക്കയിൽ അത്രയും 100-100 ചില്ലാൻ ആൾക്കാരാ, അത് നമ്മളുടെ ആൾക്കാരല്ലല്ലോ, അവരുടെ മുമ്പിൽ അവളൊരു സാക്ഷിയാക്കാൻ തന്നു. പിന്നെ ഇവിടെ നിന്ന് ഞാൻ പത്രവും ഇംഗ്ലീഷ് പത്രവും മലയാളം ഇവർക്ക് വേണ്ടിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ അമേരിക്കയിലുള്ള ഇവളുടെ ഫ്രണ്ട്സിന് ഈ കാശ് രൂപം കണ്ടപ്പോൾ സെയിം അത് വേണമെന്ന്. ഞാൻ പറഞ്ഞത് അച്ഛൻ തന്നെയാണ്, ഞാനിതുവരെ അവിടെ എനിക്ക് റൗണ്ടാണ് ഇഷ്ടം, ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഓനെ ചെറുതൊക്കെ കണ്ടിരിക്കണം പറഞ്ഞ് നോക്കും മമ്മി, എനിക്ക് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അമേരിക്കയിലോട്ട്, ഇച്ചിരി കാശ് രൂപമൊക്കെ താന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ അന്ന് ഇവള് പറഞ്ഞ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് അത്ഭുതം കൊണ്ട്, കാരണം ഇവളെന്നോട് പറഞ്ഞു, മമ്മി ഇപ്പതേ മാതാവ് ഞാൻ എന്ത് പറഞ്ഞാലും നടത്തി തന്നെയുണ്ട്. എന്തിന് ഒരു ഇച്ചിരി കാന്താരിമുളക് കൊതി വന്ന് അവൾ ഓർത്ത് അവിടെ ചെന്നപ്പോൾ ഒരു പാക്കറ്റ് ഇരിക്കണം. അതൊക്കെ ആ കൊച്ചിന് ഭയങ്കര വിശ്വാസമായത്. പിന്നെ ഫ്ലൈറ്റിൽ വരുമ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയെച്ചെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ ഇപ്പുറത്തിരിക്കണം ആ സായിപ്പ് ചോദിക്കും, മോൾക്ക് ഇവിടെ ഇരിക്കണോ, ഞാൻ എപ്പോഴും യാത്ര ചെയ്യണം. അങ്ങനെ അവൾക്ക് ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ച്. ഇത് നേരത്തെ പറഞ്ഞ അല്ല മമ്മി, എനിക്ക് ഇപ്പോഴല്ലേ ഇതാക്കണത്. അപ്പോൾ ഈ കാശ് രൂപ ഇവിടെ കണ്ടോടുകൂടി ഞാൻ ശരിക്കും എൻ്റെ മോളുടെ കൂടെ അമ്മയുണ്ട്. അങ്ങനെ ഞാനൊരു 30 കാശ് രൂപ മേടിച്ചിട്ട് 3-4 പാക്കറ്റുകളാക്കി പത്രങ്ങളും ഇംഗ്ലീഷ് പത്രവും ഉപ്പ്, തേൻ, തൈലം പിന്നെ നമുക്ക് കൂടെ, പിന്നെ ഓൾറെഡി മോളുടെ ഉണ്ടത്. അപ്പം അത്രയും ഞാൻ സാധനങ്ങൾ കൊടുത്തു വിട്ട് അവളിപ്പോൾ ഈ 26-ാം തീയതി അമേരിക്കയ്ക്ക് പോകുമ്പോൾ അത് അവർ കൊടുക്കും. അപ്പോൾ അവളുടെ ഫ്രണ്ട്സിനും കൂടി വേണ്ടിയാണ്. അപ്പോൾ അവരെയും കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. തകർന്നുപോയ വീടുകളായിരുന്നു. പക്ഷേ ഈ മക്കളൊക്കെ ഇപ്പോൾ അമേരിക്കയിലെത്തി അവരും ഭയങ്കര അത്ഭുതമായിട്ട് പോണു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലധികം ഫുഡ് അങ്ങനെ ഉണ്ടാക്കില്ല, പക്ഷേ ഞാൻ വാങ്ങിച്ച് കൊടുക്കും. പിന്നെ ഇവിടെ വന്നാൽ തന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന ആദ്യം തത്തമ്പള്ളിയാണ് കുഞ്ഞിലെ. അപ്പോൾ എൻ്റെ അപ്പ മരിച്ചിട്ട് ഇതിൽ പോയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു അത്രയും അറ്റാച്ച്മെൻറ്റാണ്. എൻ്റെ അവസാന കാലം എൻ്റെ അപ്പ മരിച്ചെടുത്ത് താമസിക്കണമെന്നാണ് എൻ്റെ ഉള്ളിൽ. പക്ഷെ മക്കൾ ഈ വെള്ളമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിടൂല. പക്ഷേ എൻ്റെ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഒരു അച്ഛൻ, എനിക്ക് അമ്മയെപ്പോലെ, ഞാൻ അവിടെ നിന്നേ വരുമ്പോൾ നോക്കും അച്ഛൻ ആൾക്കാരെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമോ, അച്ഛൻ അവിടെ ഉണ്ടായാൽ മതി. ഇല്ലാത്ത ദിവസം വരുമ്പോൾ എന്തോ വിഷം. ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ ഉണ്ടെന്നറിയാം, പക്ഷെ ഞങ്ങൾക്ക് അച്ഛനിലൂടെയാണ് അത് മനസ്സിലാക്കി തന്നത്. അപ്പം അങ്ങനെ ആഴ്ചയിലൊരു 3 ദിവസമെങ്കിൽ അത് നിന്നിപ്പില്ല. വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞ് ഞാനിങ്ങ് പോരും. പിന്നെ എൻ്റെ അപ്പിച്ചി സെൻറ്റ് ജോർജ് കമ്പനി, അത് ഇപ്പോഴത്തെ പോപ്പി അമ്പറിലാണ്. ആ വീട്ടിലും പപ്പ മരിച്ചുപോയി ആ സെമിത്തേരിൽ. അപ്പോൾ അവിടെ ഇരിക്കണേക്കെ വയസ്സായ വാച്ചോമാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവർക്കൊക്കെയാണ് കൊടുക്കണത്, കാരണം എൻ്റെ അപ്പൻ്റെ പ്രായമായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഇന്ന് ഇറങ്ങുമ്പോഴൊരു ഒരു അറ്റാക്കുള്ള ഒരു ഓട്ടോറിക്ഷക്കാരനെ, പുള്ളിക്ക് ഇത്തിരി പൈസ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളത് തരാം. അപ്പം ഞാൻ അങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത, നമ്മ കൊടുക്കണ ഈശോ മാത്രം അറിഞ്ഞ അങ്ങനത്തെ ഒരു പ്രകൃതമാണ്. പക്ഷേ നമ്മളിവിടെ പറഞ്ഞാലാണല്ലോ മറ്റുള്ളവരിങ്ങനെയൊക്കെ ചെയ്തിയോളെന്നുള്ള ഓർത്തിട്ടാണ്. പിന്നെ അത്യാവശ്യം കല്യാണങ്ങളൊക്കെ നടത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ ആരല്ലെങ്കിൽ പോലും ഞാൻ അലമാരി, കാരണം എനിക്കത് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഏറ്റവും നല്ല തേക്കിൻ്റെ അലമാരി കൊടുത്ത് അത് ഫുള്ള് ഡ്രസ്സൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ അതും പറഞ്ഞ് ഒത്തിരി പൈസ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല, അന്നന്ന് കിട്ടണോണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഫുഡിന് വരെ ഞാൻ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. രോഗികളായ ചേച്ചിമാർ എൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അവരെയൊക്കെ പോയി കാണുമ്പോൾ ഫ്രൂട്ട്സ്, ചിലവർ പറയും ഞങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ടൊക്കെ മേടിക്കാനൊക്കെ ഉള്ള ഇതില്ല. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആശകളൊക്കെ ഞങ്ങളെന്ത് കഴിക്കണോ അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ എനിക്കെന്ത് കിട്ടണമെന്ന് ഓർക്കണതാണ് ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്തു. അതെൻ്റെ അപ്പൻ അച്ഛൻ്റെ തെതവിൽ വായിക്കേണ്ട, അച്ഛൻ്റെ അപ്പൻ ആൾത്താരയിൽ പൂക്കൾ വെച്ചു. അപ്പോൾ അച്ഛനെ അതൊക്കെ, അപ്പം നമ്മൾ ആ പള്ളിത്തോടെന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ കൂടി അച്ഛനിലൂടെ നമ്മൾ ആ വഴിയിലൂടെ പോണ പോലെയും അത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം പോലെയാണ് എനിക്ക് ആ ബുക്ക്. ഇന്ന് ഞാൻ ചില സമയത്ത് അതെടുത്ത് നെഞ്ചോട് കെട്ടിപ്പിടിച്ച് കിടക്കും, കാരണം എനിക്ക് അധികം വായിക്കുമ്പോൾ ഭയങ്കര ഇതാക്കും. അപ്പം ഞാൻ ബൈബിളൊക്കെ ഞാൻ ഓഡിയോ ബൈബിൾ വെച്ചിട്ടാണ് കേൾക്കണത്. പക്ഷേ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ അച്ഛൻ പറയണതിലൂടെ മാത്രം, അത് കിടക്കുമ്പോൾ പോലും തലക്കിൽ. വീട്ടിൽ വന്നാൽ മുമ്പ് ഇവിടെ വരുമ്പോൾ കൊന്തയൊക്കെ ഇട്ടേക്കും, അതേപോലെ തിരി എപ്പോഴും കത്തിച്ച് വെച്ച് അങ്ങനെ ജീവിക്കണ ഒരു വീടാണ്. പിന്നെ എൻ്റെ ഒരു കസിൻ ഭയങ്കര ഒരു ആക്സിഡൻ്റ് ആയിരുന്നു, ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ച് പോയിട്ട് അവർക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ഇത് അറിഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഓടിയത്. ഞാൻ തൈലവും പത്രവും ഉപ്പും കൊണ്ടാണ് പോയത്. അവരാരും കയറ്റണം, ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ ഇത് കൊണ്ടുവന്നു ഒന്ന്. അപ്പോൾ അവിടെയുള്ള സിസ്റ്റേഴ്സിനൊക്കെ അറിയാം, അവർ പോയാൽ കയറ്റിയിട്ട് ഞാൻ അവളുടെ 4 സ്ഥലങ്ങളിലെല്ലാം തൈലവും കാലിൻ്റെ അടിയിലൊക്കെ പുരട്ടി നെറ്റിയിൽ അപ്പോൾ എല്ലാം ഇതൊക്കെ ആയിട്ട് കിടക്കണേ. പക്ഷെ അന്ന് രാത്രി അവൾ കണ്ണ് തുറന്ന്. അത് ഏറ്റവും വലിയ ഡോക്ടേഴ്സിന് ഒരു അത്ഭുതമാണ്. പത്രങ്ങൾ, ഡോക്ടേഴ്സിന്, വക്കീലന്മാർക്ക്, സ്കൂളുകൾ, പിന്നെ അനാഥശാലകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ മാനസിക ഒരു ആസ്പത്രിയിൽ പോകണമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊക്കെ ടെൻഷനാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ളവരെ പോയി കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ മക്കൾക്ക്, കൊച്ചുമക്കൾക്കൊക്കെ നല്ലത് വരും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഞാൻ പോണത്. ഇനിയും ഇപ്പോൾ കോട്ടയത്ത് പോയി അവിടുത്തെ ജയിലിൽ പോകും. അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ മഠങ്ങളാണ് ഞാൻ കൂടുതൽ, കാരണം പണ്ട് എനിക്ക് സിസ്റ്ററാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈശോ കറക്കി തിരിച്ച് ഈ മനുഷ്യനെ തന്നപ്പോൾ ഞാൻ ആദ്യം പരാതി പറഞ്ഞു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്
ആ മനുഷ്യന് കുറവുണ്ടെങ്കിലും ഒരു നന്മയുള്ള ഇതുണ്ട്. അപ്പോൾ അങ്ങേരിലുണ്ടാകണ മക്കളെ വളർത്തണമെങ്കിൽ ഇങ്ങനെ ഒരു അമ്മയെ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാരെ നിർത്തി ദൈവവചനത്തിൽ വളർത്തി മക്കളായതുകൊണ്ട് ഇന്നെനിക്ക് ഒരു വേഗുലതയില്ല. കാരണം ഈശോ അവരുടെ കൂടെ ഉണ്ട്. എന്തെങ്കിലും ഒരു തിരിച്ചു വന്നാൽ അവർക്ക് മനസ്സിലാവും അമ്മ ഇങ്ങനെ വിളക്ക് കെട്ടാതെ നിർത്തി പ്രാർത്ഥിക്കണ ഒരമ്മയുണ്ടെന്ന്. അപ്പം അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലുത്. പിന്നെ ഈ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ പണ്ടൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. ഞാനങ്ങ് മാറി. എൻ്റെ ഈശോയെ കണ്ടിട്ടാണ് ഇപ്പം ഞാൻ കൊടുക്കണത്. ഈശോൻ്റെ കൈയും പിടിച്ച് പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞത്, അമ്മ എന്നെ കൈ പിടിച്ച് ഈശോയുടെ കൂടെ നടത്തിക്കണേന്ന്. അത് ഇന്ന് കൂടുതലായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ട്.